ചാലിശ്ശേരിയിലെ പ്രസിദ്ധമായ പതിർ വാണിഭ്യം വ്യാഴാഴ്ച നടക്കും. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വെള്ളിയാഴ്ച ആഘോഷിക്കും. വ്യാഴാഴ്ച വൈകിട്ട് മുതൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയുടെ പെരുമയും വിളിച്ചോതി ക്ഷേത്ര മൈതാനത്ത് പതിർ വാണിഭം നടക്കും. വൈകുന്നേരം 5 മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി നടത്തിവരാറുള്ള പതിർ വാണിഭം നടക്കുക. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർ വാണിഭ സ്ഥലത്ത് നിന്ന് ലഭ്യമാണ്. ഉണക്ക മത്സ്യത്തിനാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ആദ്യകാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞാൽ ജന്മിയിൽ നിന്ന് കൂലിയായി കിട്ടുന്ന നെല്ലിന്റെ പതിര് കൊടുത്താണ് ജനങ്ങൾ ഉണക്ക മത്സ്യം വാങ്ങിയിരുന്നത്. അങ്ങനെയാണ് പതിര് വാണിഭമെന്ന് പേര് വന്നത്. പതിർ വാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്ക് വരും. കൂടാതെ വിവിധ മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുണ്ടായ കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി എന്നിവ അടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പന നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ 12 വരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വൈകിട്ട് മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 96 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തേക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പ്രാദേശിക പൂരങ്ങൾ മൈതാനത്തെത്തും. ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. തലയെടുപ്പുള്ള 35ഓളം ഗജവീരന്മാർ അണിനിരക്കും.